അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ പ്രചാരത്തിലുള്ള പാഠം നമുക്ക് കേൾക്കാം. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിതം വച. വിഷീദന്തം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാശ്മീര പാഠത്തിൽ സീതമാനമിതം വച എന്നാണ്. തളർന്നിരിക്കുന്നവനായിട്ടാണ് അഭിനവഗുപ്തപാദർ സ്വീകരിച്ചിരിക്കുന്ന പാഠത്തിൽ അർജുനനെ കാണിക്കുന്നത്. നേരെ മറിച്ച് പ്രചാരത്തിലുള്ള പാഠത്തിൽ വിഷാദത്തോടുകൂടി ഇരിക്കുന്നവനാണ്. ഇതുവരെ അഭിനവഗുപ്തപാദർ സ്വീകരിച്ചിട്ടുള്ള പാഠം, അതായത് കാശ്മീര പാഠം, അതിൽ വിഷാദത്തോടുകൂടി ഇരിക്കുന്നു എന്നുള്ള പദം പ്രയോഗിച്ചിട്ടില്ല. ഇനി നമ്മൾ കേൾക്കും ആ പദം, പക്ഷേ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അതായത് ഭഗവാൻ ചിരിച്ചുകൊണ്ട് അർജുനനോട് സംസാരിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. നേരത്തെ ചിരിച്ചുകൊണ്ടല്ല പറഞ്ഞത്, കുറച്ച് ഈർഷ്യയോട് കൂടിയിട്ടാണ് അർജുനനോട് ശ്രീകൃഷ്ണൻ സംസാരിച്ചത്. ഈ അധ്യായം തുടങ്ങിയപ്പം നമ്മൾ കേട്ട 2 ശ്ലോകങ്ങൾ, കുതസ്ത്വാ കശ്മലമിതം എന്ന ശ്ലോകവും മാ ക്ലൈബ്യം ഗച്ഛ കൗന്ദേയ എന്നുള്ള ശ്ലോകവും അത്ര ചിരിച്ചുകൊണ്ടൊന്നുമല്ല പറഞ്ഞത്, കുറച്ച് രൂക്ഷമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അതെന്തിനാണ് അവിടെ അത്ര രൂക്ഷമായിട്ട് പറഞ്ഞത്? അർജുനനെ ഒന്ന് ഉണർത്താൻ, ഒന്ന് എന്താ പറയുക, ആലസ്യത്തിൽ നിന്ന്, ഇനി ഞാൻ ഒന്നും ചെയ്യുകയില്ല എന്നുള്ള ബോധത്തിൽ നിന്ന് ഒന്നുണർത്താൻ. അത് സാധിച്ചു. കാരണം അതിന് ശേഷവും അർജുനൻ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് അർജുനൻ ഒന്നും ഇനി ഞാൻ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് തുടങ്ങി. ശ്രീകൃഷ്ണൻ പറഞ്ഞത് ശ്രീ ഭഗവാൻ ഉവാച ത്വം മാനുഷ്യേണോപഹതാന്തരാത്മാ വിഷാദമോഹാഭിഭവാദ്വിസംജ്ഞ കൃപാഗൃഹീത സമവേക്ഷ്യ ബന്ധൂൻ അഭിപ്രപന്നാൻ മുഖമന്തകസ്യ. ഇവിടെ പറയുകയാണ്, ഇത് മാനുഷികമായിട്ടുള്ള ഒരു കാര്യമാണ് നീ ഇപ്പം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞത്, ഈ അധ്യായം തുടങ്ങിയപ്പോൾ പറഞ്ഞത് കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം എന്നൊക്കെയാണ് തുടങ്ങിയത്. ഇതെങ്ങനെയാ, നീ എങ്ങനെയാ ഇത്ര നിസാരമായിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഇപ്പം പറയണത് ഇതൊക്കെ മനുഷ്യനായതുകൊണ്ട് സ്വാഭാവികമാണ്, ഒരു മാനുഷികമാണ് ഇതൊക്കെ. ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയുടെ മുമ്പിൽ തളരുന്നതും തൻ്റെ തളർച്ചയ്ക്ക് പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ നടത്തുന്നതുമൊക്കെ തികച്ചും മാനുഷികമായ കാര്യമാണ്. അതുകൊണ്ട് ഭഗവാൻ തുടരുകയാണ്, ത്വം മാനുഷ്യേണ ഉപഹതാന്തരാത്മാ, നിന്റെ അന്തരാത്മാവ്, ബോധം മാനുഷികമായിട്ടുള്ള കാരണങ്ങളാൽ ഉപഹതമാണ്, മൂടപ്പെട്ടതാണ്. മാനുഷികമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അറിവില്ലായ്മ കൊണ്ടാണ് ഈ മാനുഷികമായിട്ടുള്ള പരിമിതികൾ കാരണം ഉള്ള മറയലുകൾ ഉണ്ടാകുന്നത്. ആ അറിവില്ലായ്മ കാരണം എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? വിഷാദമോഹങ്ങൾ. വിഷാദമോഹങ്ങളാൽ, അറിവില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന വിഷാദവും മോഹവും. ആദ്യമായിട്ടാണ് വിഷാദം എന്നുള്ള വാക്ക് വരുന്നത്. വിഷാദവും മോഹവും കൊണ്ട് കീഴടക്കപ്പെട്ടവനായതുകൊണ്ടാണ് നിനക്ക് ഈ പരിമിതികൾ ഉണ്ടാകുന്നത്. അത് മാനുഷികമാണ്. ആ വിഷാദവും മോഹവും ഉണ്ടാകാനുള്ള കാരണം എന്താ? കൃപാഗൃഹീത, ദയവുള്ളവനായി തീർന്നു. ആരോട്? മരണത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്ന നിന്റെ ബന്ധുക്കളെ കണ്ടിട്ട് അവരോടാണ് ഈ മാനുഷികമായിട്ടുള്ള കൃപ ഉണ്ടായത്. കൃപ പരിമിതികളിൽ നിന്നുണ്ടാകുന്നതാണ്. മാനുഷികമായിട്ടുള്ള പരിമിതികളിൽ നിന്നാണ് കൃപയുണ്ടാകുന്നത്. താൻ ഏതോ തരത്തിൽ ശ്രേഷ്ഠനാണ് എന്നുള്ള ധാരണയിൽ നിന്നാണ് ശ്രേഷ്ഠരല്ല എന്ന് തനിക്ക് തോന്നുന്നവരോട് കൃപയുണ്ടാകുന്നത്. സാമ്പത്തികമായി ഞാൻ വളരെ ഉയർന്ന സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നു, അതില്ലാത്തവർ കഷ്ടപ്പെടുന്നു എന്നുള്ള ഭാവനയുണ്ടാകുമ്പോഴാണ് പണമുള്ളവർക്ക് ഇല്ലാത്തവരോട് ദയ ഉണ്ടാകുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ദയ എന്ന് പറയുന്നത് പരിമിതികളിൽ നിന്നുണരുന്ന ഒരു വികാരം മാത്രമാണ്. ആ വികാരം കൊണ്ട് എന്തുണ്ടാകുന്നു? ആ വികാരം കൊണ്ട്, ആ പരിമിതി കൊണ്ട്, കൃപ കൊണ്ട് താൻ ഒരിക്കലും മരിക്കുകയില്ല എന്നുള്ള ധാരണയിൽ നിന്നാണ് മരണത്തിലേക്ക് നടന്നു കയറിക്കൊണ്ടിരിക്കുന്നവരെ കാണുമ്പം കൃപയുണ്ടാവുന്നത്. താനും അവരും, അർജുനൻ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് വിചാരിക്കുക,
അർജുനനും തൻ്റെ കൂടെ ഈ യുദ്ധക്കളത്തിൽ നിൽക്കുന്നവരും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാൻ പോകുന്നവരാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ വിഷാദവും മോഹവും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഈ കൃപ ഉണ്ടാവില്ലായിരുന്നു. കൃപ കൊണ്ടാണ് ഈ വിഷാദവും മോഹമൊക്കെ വന്നത്. അപ്പോൾ ആ കൃപ ഉണ്ടാകാതിരുന്നത് അദ്ദേഹം അറിവില്ലാത്തവനായതുകൊണ്ടാണ്. വിസംജ്ഞ, ആ പദം നമുക്കൊന്നും കൂടി വിശദമായിട്ട് കേൾക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ അറിവില്ലായ്മ കൊണ്ട് ഒന്ന് നിന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ കൂട്ടത്തിലുള്ള പാണ്ഡവ കൗരവ കൂട്ടത്തിലുള്ള എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്ന വാസ്തവസ്ഥിതിയെ അറിഞ്ഞിട്ടായിരുന്നു അർജുനൻ സംസാരിച്ചിരുന്നതെങ്കിൽ അർജുനൻ ഒരു പക്ഷേ ഇങ്ങനെ സംസാരിക്കുകയില്ലായിരുന്നു. യുദ്ധകളത്തിൽ നിൽക്കുന്ന താൻ ഒഴികെയുള്ളവരെല്ലാം, അല്ലെങ്കിൽ തൻ്റെ ആൾക്കാരൊഴികെയുള്ളവരെല്ലാം മരിച്ചു പോകും, അതും തന്നാൽ മരിച്ചു പോകും എന്ന് ധരിച്ചിട്ടാണ് അർജുനൻ്റെ ഈ മോഹം, അർജുനൻ്റെ ഈ വിഷമം. വാസ്തവമല്ല അത്. കാരണം എല്ലാവരും അഭിപ്രപന്നാൻ മുഖം അന്തകസ്യ, ജനിച്ച എല്ലാവരും മരണത്തിലേക്ക് പ്രവേശിച്ചവരാണ്, അല്ലെങ്കിൽ മരണത്തിൻ്റെ വായിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നമ്മളെല്ലാവരും വാസ്തവത്തിൽ ആഘോഷിക്കുന്ന പിറന്നാളുകൾ ഇതിൻ്റെ സൂചകമാണ്. മരണത്തിലേക്കുള്ള ദൂരക്കുറവിനെയാണ് ഈ ആഘോഷിക്കുന്നത്. ജനിച്ചതിലുള്ള സന്തോഷത്തെ അല്ല വാസ്തവത്തിൽ ആഘോഷിക്കുന്നത്. തിരിച്ചറിയാതെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷെ ആഘോഷിക്കുന്നത് വാസ്തവത്തിൽ മരണത്തിലേക്കുള്ള ദൂരക്കുറവാണ്. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകുന്ന എന്നെയും നിങ്ങളെയും കൊന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദയ തോന്നുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് ഭഗവാൻ പറയണത്. കാരണം അർജുനൻ്റെ താപം മുഴുവനും വിഷമം മുഴുവനും തൻ്റെ ശത്രുക്കളെ കൊല്ലുമ്പോൾ കൊല്ലുന്നതിൽ നിന്ന് ഉണ്ടായതാണ്. അതാണ് അർജുനൻ്റെ ചിന്തകളുടെ ഉറവിടം. ഇവരെല്ലാം ഇല്ലാണ്ടായിപ്പോയാൽ അവശേഷിക്കുന്ന സമൂഹത്തിന്, തനിക്ക്, തൻ്റെ പൂർവികർക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള ചിന്തയാണ് അർജുനനെ ഈ തളർച്ചയിലേക്ക് നയിച്ചത്. അപ്പോൾ ഭഗവാൻ ആദ്യം അഡ്രസ്സ് ചെയ്യുന്നത് ഇവർ ഓൾറെഡി മരിച്ചവരാണ്. അവരെ കണ്ടിട്ട് സമവേക്ഷ്യ ബന്ധൂൻ, അവരെ കണ്ടിട്ട് കൃപാഗൃഹീതൻ, നീ കൃപയുള്ളവനായി തീർന്നു. മരിക്കുകയില്ല എന്നുള്ള ബോധത്തിലാണോ ആവോ, നീ ഏതായാലും കൃപയുള്ളവനായി തീർന്നു. ആ കൃപ കൊണ്ട് എന്തുണ്ടായി? ആ കൃപ കൊണ്ട് തിരിച്ചറിവില്ലാണ്ടെയായി, വിശേഷേണയുള്ള അറിവ് ഇല്ലാണ്ടെയായി. ഈ വിശേഷേണയുള്ള അറിവില്ലാണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? വിഷാദവും മോഹവും കീഴടക്കി. വിഷാദവും മോഹവും കീഴടക്കിയതുകൊണ്ട് നിന്റെ ആത്മബോധം വിളങ്ങാതെയായി, അത് മൂടപ്പെട്ടു. ഇതൊന്നും കുഴപ്പമുള്ളതല്ല. കാരണം ഇതെല്ലാം മാനുഷികം ആണ്, മനുഷ്യ സഹജമാണ്. ഇവിടെ നമുക്കും സമാശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളുടെ മുമ്പിൽ നമ്മളും തളർന്നിരിക്കുന്നത് ഇതേപോലത്തെ മാനുഷികമായിട്ടുള്ള പരിമിതികൾ കാരണമാണ്. വിസംജ്ഞ എന്നുള്ള പദം വിശദമായിട്ട് നമുക്ക് കേൾക്കാം. വിസംജ്ഞ സമ്യക് ജ്ഞായതേ അനേന ഇതി സംജ്ഞം. സമ്യക്കാകും വണ്ണം, നല്ലവണ്ണം അറിയുന്നതാണ് സംജ്ഞം. നല്ലവണ്ണം ഉള്ള അറിവാണ് സംജ്ഞം. തസ്മാത് വിനിവർത്ത, അതിൽ നിന്ന് നിവർത്തിച്ചവൻ, അതായത് അതില്ലാത്തവൻ. സമ്യജ്ഞാന ശൂന്യ ഇത്യർത്ഥ, നല്ലവണ്ണമുള്ള അറിവ് ഇല്ലാത്തവൻ. ആ നല്ലവണ്ണമുള്ള അറിവ് എന്താണ് എന്ന് വീണ്ടും നമുക്ക് ഒന്ന് കേൾക്കാം. എന്താണ് വിസംജ്ഞൻ, അല്ലെങ്കിൽ നല്ലവണ്ണമുള്ള അറിവ് എന്താണ്? അപ്പം അതില്ലാത്തവൻ ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലാകും. സുശ്രീ പ്രഭാദേവിജി ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്ത അഭിനവഗുപ്ത പാദരുടെ ഭാഷ്യം ഈശ്വരാശ്രം ട്രസ്റ്റ് പബ്ലിഷ് ചെയ്തതാണ്. അതിൽ വിഗത സമ്യജ്ഞാനോസി കുതോ ഹേതു, വിഗത സമ്യജ്ഞാനനാണ് വിസംജ്ഞൻ, നല്ലവണ്ണമുള്ള അറിവില്ലാത്തവൻ. അതിന് കുതോ ഹേതോ, അതിന് കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഈ നല്ലവണ്ണമുള്ള അറിവ് ഇല്ലാതെയായത്? മാനുഷ്യേണ സംശയ വിപര്യ ബഹുലേന ഉപഹതാന്തരാത്മാ പ്രത്യഭിജ്ഞാഭാവാത് തിരസ്കൃത സത്യാത്മസ്വരൂപ വർത്തസേ ഇതി. മാനുഷ്യേണ സംശയ വിപര്യ ബഹുലേന, മാനുഷികമായിട്ടുള്ള സംശയങ്ങളുടെ വൈരുദ്ധ്യങ്ങളെ കൊണ്ടുള്ള ബാഹുല്യം,
സംശയവൈരുദ്ധ്യങ്ങളെ കൊണ്ടുള്ള ബാഹുല്യം, വിരുദ്ധങ്ങളായിട്ടുള്ള സംശയങ്ങളുണ്ടാവുക. ഉണ്ടോ എന്ന് സംശയം ഉണ്ടാകുമ്പോൾ തന്നെ ഇല്ലേ എന്ന സംശയം ഉണ്ടാവും. അതായത് ഒരു സംശയത്തിന് ഘടകവിരുദ്ധമായിട്ട് വേറൊരു സംശയം വരാം. അങ്ങനെ വിരുദ്ധങ്ങളായിട്ടുള്ള സംശയങ്ങളുടെ ബാഹുല്യം, ആധിക്യം. അതുകൊണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ സംശയം ഉണ്ടാകുന്നത്? അത് മാനുഷികമാണ്. അങ്ങനെയുള്ള മാനുഷികമായ പരിമിതികളെ കൊണ്ട് ഉപഹതമായിട്ടുള്ള അന്തരാത്മാവ്, ഉപഹതം മൂടപ്പെട്ടത് മറയ്ക്കപ്പെട്ടതായിട്ടുള്ള അന്തരാത്മാവ്, ശരിക്കുമുള്ള തൻ്റെ ആത്മബോധം, ആ അതെന്ത് സംഭവിക്കും? അതിന് ഉപഹതമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രത്യഭിജ്ഞാഭാവാ തിരസ്കൃത സത്യാത്മസ്വരൂപ. ഉപഹതാന്തരാത്മാ എന്ന് പറഞ്ഞാൽ പ്രത്യഭിജ്ഞാ ഭാവാ തിരസ്കൃത സത്യാത്മസ്വരൂപ. തിരിച്ചറിവില്ലാത്തതുകൊണ്ട് തിരസ്കൃതമായ, നഷ്ടപ്പെട്ടതായിട്ടുള്ള ശരിക്കുമുള്ള ആത്മബോധം. അതാണ് ഉപഹത അന്തരാത്മാ എന്ന് പറഞ്ഞാൽ. അപ്പോൾ താൻ ശരിക്കും ആരാണോ അത് അറിയാതെ താൻ പരിമിതനാണ് എന്ന ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നത്. ആ പ്രവൃത്തി മാനുഷികമാണ്, മനുഷ്യസഹജമാണ്. ഒരു രീതിയിലും കുറ്റം പറയേണ്ടത് അല്ല. കാരണം മനുഷ്യനായി പരിമിത ബോധസ്വരൂപനായി തീർന്നിട്ടുള്ളത് ആ അപരിമിത ബോധസ്വരൂപം തന്നെ ആണ്. അതുകൊണ്ട് ഇതിൽ ആരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഈ ശ്ലോകം പ്രചാരത്തിലുള്ള ഗീതയിൽ ഇല്ല. പ്രചാരത്തിലുള്ള ഗീതയിൽ ഈ ശ്ലോകം ഇല്ല. അടുത്ത ശ്ലോകം മുതലാണ് ഗീത പ്രചാരത്തിലുള്ളത് തുടങ്ങുന്നത്. അഭിനവഗുപ്തപാദരുടെ വ്യാഖ്യാനം നമുക്കൊന്ന് കേൾക്കാം. മാനുഷ്യം, മനുഷ്യഭാവ, മനുഷ്യന്റെ ഭാവമാണ് മാനുഷ്യം. അന്തകമുഖം സ്വയമേതേ പ്രവിഷ്ഠ ഇതി തവ കോ ബാധ. അർജുന, സ്വയം അന്തകന്റെ മുഖത്തിലേക്ക് പ്രവേശിച്ച ഇവരുടെ മരണത്തിൽ നിനക്കെന്താ കാര്യം? ഞാൻ ഇവരെയൊക്കെ കൊന്നുകഴിഞ്ഞാൽ എൻ്റെ സമൂഹത്തിൽ, എൻ്റെ സമുദായത്തിൽ ഉണ്ടാകാൻ പോകുന്ന ധർമ്മച്യുതികളെ പറ്റി ആലോചിച്ചിട്ടാണ് അർജുനൻ ഈ തളർച്ച ഉള്ളവനായി തീർന്നത്. അപ്പോൾ തൻ്റെ പ്രവൃത്തിയുടെ പരിണതഫലങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് തളർച്ചയുണ്ടായി അർജുനന്. ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിക്കുകയാണ്, സ്വയം മരണത്തിൻ്റെ മുഖത്തിലേക്ക് നടന്നു കയറിയിട്ടുള്ള ഇവരുടെ മരണത്തിൽ നിനക്കെന്താണ് കാര്യം? ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു തുടക്കമാണ്. തൻ്റെ മുമ്പിൽ തളർന്നിരിക്കുന്നയാളെ ഒന്നുണർത്താൻ രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ചെങ്കിലും പിന്നെ ചിരിച്ചുകൊണ്ട് ആ പരിമിതികൾ മനുഷ്യ സഹജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. അടുത്ത ശ്ലോകം. അശോച്യാൻ അനുശോചം സ്ത്വം പ്രാജ്ഞവന്നാഭിഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. അശോച്യാൻ അനുശോചം സ്ത്വം, ദുഃഖിക്കാൻ പാടില്ലാത്തവരെ പറ്റി, ദുഃഖിക്കേണ്ടുന്ന ആവശ്യം ഇല്ലാത്തവരെ പറ്റി ദുഃഖിക്കുന്നു. എന്നിട്ട് നീ പ്രാജ്ഞവത് അഭിഭാഷസേ, അറിവുള്ളവരെ പോലെയല്ല എന്നിട്ട് സംസാരിക്കുന്നത്. അറിവുള്ളവരെ പോലെ അല്ലാതെ അറിവില്ലാത്തവരുടെ വാക്കുകളാണ് നീ ഉപയോഗിക്കുന്നത്. എന്താ കാരണം? ദുഃഖിക്കേണ്ടാത്തവരെ പറ്റിയാണ് നീ ദുഃഖിക്കുന്നത്. നേരത്തെ ഉപയോഗിച്ച വിസംജ്ഞ എന്നുള്ള പദം തന്നെ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. ആ അറിവില്ലായ്മയെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത്. അശോച്യാൻ അനുശോചം സ്ത്വം പ്രാജ്ഞവന്നാഭിഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. പ്രചാരത്തിലുള്ള ഗീതയിലെ ശ്ലോകം കൂടി നമുക്കൊന്ന് കേട്ടിട്ട് അർത്ഥം തുടരാം. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ഈ ശ്ലോകം മുതലാണ് പല വ്യാഖ്യാനങ്ങളും തുടങ്ങുന്നത്. നമുക്ക് തിരിച്ച് നമ്മുടെ വിശദീകരണത്തിലേക്ക് വരാം. ദുഃഖിക്കേണ്ടാത്തവരെ പറ്റിയാണ് നീ ദുഃഖിക്കുന്നത്. എന്നിട്ട് വിവരമുള്ളവർ സംസാരിക്കാത്തതുപോലെ, അതായത് വിവരമില്ലാത്തവർ സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. അപ്പോൾ വിവരമുള്ളവരെങ്ങനെയാണ് സംസാരിക്കുക? പണ്ഡിതന്മാർ എങ്ങനെയാണ് സംസാരിക്കുക? ഗതാസൂന ഗതാസൂംശ്ച ന അനുശോചന്തി പണ്ഡിതാഃ. അറിവുള്ളവർ
ജീവിച്ചിരിക്കുന്നവരെ പറ്റിയും മരിച്ചവരെ പറ്റിയും ദുഃഖിക്കുന്നില്ല. ഗതാസൂൻ അതായത് മരിച്ചവർ, പ്രാണൻ പോയവർ. അഗതാസൂൻ പ്രാണൻ നിലനിൽക്കുന്നവർ. ജീവിച്ചിരിക്കുന്നവരെ പറ്റിയും മരിച്ചു പോയവരെ പറ്റിയും പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല. നീയാകട്ടെ ദുഃഖിക്കേണ്ടാത്തവരെ പറ്റി, ഇതിനെയും തുടർന്ന് വിശദീകരിക്കും എന്തുകൊണ്ടാണ് ഇതിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ലാത്തത് എന്നൊക്കെ തുടർന്ന് വിവരിക്കും. ദുഃഖിക്കേണ്ടാത്തവരെ പറ്റി നേരത്തെ നമ്മൾ വായിച്ച ശ്ലോകത്തിൽ അതിൻ്റെ സൂചനയുണ്ട്. അഭിപ്രപന്നാൻമുഖമന്തകസ്യ, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവർ സ്വയമേവ അന്തകമുഖത്തിലേക്ക് നടന്നു കയറിയവരാണ്. അങ്ങനെ സ്വയം മരണത്തിൻ്റെ മുഖത്തിലേക്ക് നടന്നു കയറിയവരെ നീ കൊല്ലുന്നു, അതിൻ്റെ പരിണത ഫലങ്ങളെക്കുറിച്ച് ആലോചിച്ച് നീ ദുഃഖിക്കുന്നു. വാസ്തവത്തിൽ ദുഃഖിക്കേണ്ടെന്ന ആവശ്യമില്ല. അഭിനവഗുപ്തപാദരുടെ വ്യാഖ്യാനം കേൾക്കാം. ശോചിതും അശക്യം കളേവരം സദാ നശ്വരത്വാത് അശോചനാർഹം ആത്മാനം ച ശോചസി. ശോചിതും അശക്യം കളേവരം, ശരീരത്തിൻ്റെ നാശത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ദുഃഖിക്കേണ്ടാത്തതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞതിനെ അഭിനവഗുപ്തപാദർ വ്യാഖ്യാനിക്കുകയാണ്. ശരീരം സദാ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് അവിടെ നശ്വരം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. സദാ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ശരീരം. അതുകൊണ്ട് അതിനുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അശോചനാർഹം ആത്മാനം ച ശോചസി, ആത്മാവിനോ ബോധത്തിനോ യാതൊരു മാറ്റവുമില്ല. മാറിക്കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിൽ മാറ്റമില്ലാതെ നിൽക്കുന്ന ബോധത്തെക്കുറിച്ച് ആലോചിച്ചും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ശരീരത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ആലോചിച്ചും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് സദാ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നതാണ്. മാറ്റമില്ലാതെ നിൽക്കുന്ന ബോധത്തെക്കുറിച്ചും ആലോചിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം ശരീരം മാറിയാലും അതിന് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ന കശ്ചിത് ഗതാസു മൃതഃ അഗതാസു ജീവൻ വാ ശോച്യോ അസ്തി. ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചോ മരിച്ചവരെക്കുറിച്ചോ ദുഃഖിക്കേണ്ടുന്ന ആവശ്യമില്ല. ഗതാസു മൃതഃ അഗതാസു ജീവൻ വാ, ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചോ മരിച്ചു പോയവരെക്കുറിച്ചോ. തഥാഹി ആത്മാ താവത് അവിനാശി നാനാ ശരീരേഷു സംചരന്തഃ കാസ്യ ശോച്യത. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് സദാ വിവിധ ദേഹങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ആത്മാവ് ഒരു സർക്കീട്ടുകാരനാണ്. ഒരു ശരീരത്തിൽ കയറി കുറച്ചു കാലം കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ആ അനുഭവങ്ങളൊക്കെ മതിയെന്ന് തോന്നുമ്പോൾ ആ ശരീരത്തെ ഉപേക്ഷിച്ച് വേറൊരു ശരീരത്തെ സ്വീകരിക്കും. ഏതുപോലെ ഒരു വണ്ട് വിവിധ പുഷ്പങ്ങളിൽ നിന്ന് തേൻ ഉണ്ണുന്നത് പോലെ. ഒരു പൂവിൽ ചെന്നിരിക്കും, അത് കഴിഞ്ഞ് അതിൽ നിന്ന് കുറച്ച് തേൻ ഉണ്ണും, അത് കഴിഞ്ഞ് ആ പൂവ് ഉപേക്ഷിക്കും. അടുത്ത ഒരു പൂവിലേക്ക് ചെല്ലും, അവിടുന്ന് കുറച്ച് തേനുണ്ണും, അത് കഴിഞ്ഞ് ആ പൂവിനെ ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിച്ചു പോകുന്ന പൂക്കളെക്കുറിച്ചെല്ലാം വണ്ടുകൾ ദുഃഖിക്കാൻ തുടങ്ങിയിരുന്നുവെങ്കിൽ അവ എല്ലാം പട്ടിണി കിടന്ന് ഇല്ലാണ്ടായാനെ. അപ്പോൾ അതുപോലെ ആത്മാവും വിവിധ ശരീരങ്ങൾ സ്വീകരിക്കുന്നു. എന്തിനാണ് ഈ വിവിധ ശരീരങ്ങൾ സ്വീകരിക്കുന്നത്? വിവിധ തരത്തിലുള്ള അനുഭവങ്ങൾ അനുഭവിക്കാൻ. അപരിമിതമായത് പരിമിതമാകുന്നത് അതിൻ്റെ അപരിമിത സാധ്യതകളെക്കുറിച്ച് അറിയുവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആ അപരിമിതമായതിന് പരിമിതമാകേണ്ടുന്ന ഒരു ആവശ്യകതയില്ല. തൻ്റെ അപരിമിതികളെക്കുറിച്ച്, തൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് അറിയുന്നതിനു വേണ്ടി അപരിമിതമായത് പരിമിതമാകുന്നു. അത് വിവിധ ശരീരങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. പട്ടിയായും പൂച്ചയായും പാറ്റയായും പല്ലിയായും മനുഷ്യനായും ഒക്കെ അത് സഞ്ചരിക്കുന്നു. കാരണം പാറ്റയായിരിക്കുമ്പോഴുള്ള അനുഭവം പല്ലിയായിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. എരയുടെ അനുഭവം വേട്ടയാടുന്നതിൻ്റെ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ അനുഭവങ്ങളെല്ലാം അനുഭവിക്കാൻ വേട്ടമൃഗമായും ഇരയായുമൊക്കെ അത് വേഷമിടുന്നു. അപ്പോൾ വിവിധ ശരീരങ്ങളിലൂടെ അത് സഞ്ചരിക്കുന്നത് അതിന് വിവിധാനുഭവങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ആ ആത്മാവിനെക്കുറിച്ച്, അവിനാശിയായിട്ടുള്ള നാശരഹിതമായിട്ടുള്ള അതായത് മാറ്റമില്ലാതെ നിൽക്കുന്നത് എന്നുള്ള അർത്ഥമാണ് ഇവിടെ. മാറ്റമില്ലാതെ നിൽക്കുന്ന ആ ആത്മാവിനെക്കുറിച്ച് കാസ്യ ശോച്യത, അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യം എന്താണ്? നച ദേഹാന്തര സഞ്ചാരേ ഏവ ശോച്യത.
ദേഹാന്തര സഞ്ചാരത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഏവം ഹി യൗവനാദാവപി ശൂച്യതാ ഭവേത്. അങ്ങനെ ഒരു ദേഹത്തിൽ നിന്ന് വേറൊരു ദേഹത്തിലേക്ക് മാറി മാറി സഞ്ചരിക്കുന്നതിൽ ദുഃഖിക്കുകയാണെങ്കിൽ ഒരേ ശരീരത്തിലുള്ള അവസ്ഥാവ്യത്യാസത്തിലും ദുഃഖിക്കണം. കാരണം ബാല്യകാലത്തിലുള്ള ശരീരമല്ല കൗമാരകാലത്തിലുള്ളത്, കൗമാരകാലത്തിലുള്ള ശരീരമല്ല യൗവനകാലത്തിലുള്ളത്, യൗവനകാലത്തിലുള്ള ശരീരമല്ല വാർദ്ധക്യകാലത്തിലുള്ളത്. അതുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളോടുകൂടിയ ഈ ശരീരത്തിലും ദുഃഖിക്കണം. കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സകല കോശങ്ങളും മാറി പുനർജനിക്കുന്നു. 5ാമത്തെ വയസ്സിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന കോശങ്ങളല്ല 50ാമത്തെ വയസ്സിൽ നമ്മുടെ ശരീരത്തിലുള്ളത്. അതായത് 5ാമത്തെ വയസ്സിലുള്ള ശരീരമല്ല 50ാമത്തെ വയസ്സിലുള്ളത്. അതിൽ നമ്മൾ ദുഃഖിക്കുന്നില്ല എങ്കിൽ പിന്നെ ഈ ആത്മാവിൻ്റെ ശരീരങ്ങളിലൂടെയുള്ള സഞ്ചാരത്തെ, വിനോദ സഞ്ചാരത്തെ എന്തിനാണ് ദുഃഖിക്കുന്നത്? അതുകൊണ്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഏവം അർത്ഥദ്വയം ആഹ. ഈ 2 അർത്ഥങ്ങളും അദ്ദേഹം പറഞ്ഞു. ഒന്ന്, മരണത്തിൻ്റെ മുഖത്തിലേക്ക് നടക്കുകയാണ്, അവർ ഓൾറെഡി മരണത്തിന് വിധേയരായവരാണ്, അവരെക്കുറിച്ച് ദുഃഖിക്കേണ്ട. 2, ആ ബോധസ്വരൂപം ശരീരത്തിൽ നിന്ന് ശരീരത്തിലേക്ക് മാറുന്നതിലാണ് ദുഃഖമെങ്കിൽ അതും വേണ്ട, കാരണം അവിനാശിയാണത്. ഇനിയും ശരീരത്തിൽ നിന്നുണ്ടാകുന്ന നാശത്തെക്കുറിച്ചാണ് ദുഃഖിക്കുന്നെങ്കിൽ അതും വേണ്ട. അങ്ങനെ ദുഃഖിക്കുകയാണെങ്കിൽ ഒരു ശരീരത്തിന് തന്നെയുള്ള അവസ്ഥാഭേദങ്ങളിലും ദുഃഖിക്കണം. അപ്പം അതുകൊണ്ട് 2 ഭാഗത്തു നിന്ന് നോക്കിയാലും ദുഃഖം ആവശ്യമില്ലാത്തതാണ്. ശരീരത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയാലും ദുഃഖം ആവശ്യമില്ലാത്തതാണ്. ആ ശരീരത്തിൽ വിളങ്ങുന്ന ബോധത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയാലും ദുഃഖം ആവശ്യമില്ലാത്തതാണ്. ഇതെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്ന ആശയങ്ങളാണ് പ്രവർത്തികളായി മാറുക എന്നുള്ളത് കൊണ്ട് നമ്മളുടെ ദുഃഖനിവൃത്തിക്ക് ഈ ആശയങ്ങൾ വളരെ പ്രയോജനകരം ആകും. ഭഗവാൻ തുടരുകയാണ് ഈ 2 അർത്ഥത്തെയും വിശദീകരിച്ചിട്ട് ഭഗവാൻ തുടരുകയാണ്. നഹ്യേവാഹം ജാതു നാസം നത്വം നേമേ ജനാധിപാ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമിതഃ പരം. നഹ്യേവാഹം, ഈ ശ്ലോകത്തിൻ്റെ പ്രചാരത്തിലുള്ള പാഠം നമുക്കൊന്ന് കേൾക്കാം. നത്വേവാഹം ജാതു നാസം നത്വം നേമേ ജനാധിപാ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമതഃ പരം. നഹ്യേവാഹം ജാതു, ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. നഹ്യേവാഹം ജാതു നാസം നത്വം നേമേ ജനാധിപാ. നീയും ഈ യുദ്ധകളത്തിൽ നിൽക്കുന്ന സകല രാജാക്കന്മാരും ഇതിനു മുമ്പ് ഇവിടെ ഇല്ലാതിരുന്നിട്ടില്ല. നമ്മൾ ഇവിടെ പണ്ടും ഉണ്ടായിരുന്നു. ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമിതഃ പരം. ഇനി ഭാവിയിൽ ഇല്ലാതെയാകുകയും ഇല്ല. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെയുണ്ട്, ഭാവിയിലും ഇവിടെ ഉണ്ടായിരിക്കും. ഭൂത വർത്തമാന ഭാവി കാലങ്ങളിൽ നമ്മൾ ഉണ്ടായിരിക്കും. നിന്റെ പേടി നീ ഇവരെ കൊല്ലും എന്നല്ലേ? അതിന് നിനക്ക് സാധിക്കില്ല. കാരണം ശരീരത്തിൻ്റെ തലത്തിൽ നിന്ന് നോക്കിയാലും നിനക്ക് അവരെ കൊല്ലാൻ സാധിക്കില്ല, ബോധത്തിൻ്റെ തലത്തിൽ നിന്ന് നോക്കിയാലും നിനക്ക് അവരെ കൊല്ലാൻ സാധിക്കില്ല. ഇനി മറ്റൊരു രീതിയിൽ നോക്കിയാലും കൊല്ലാൻ സാധിക്കില്ല. കാരണം ഇവരെല്ലാം, നമ്മളടക്കം ഉള്ള എല്ലാവരും ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഇനി ഇവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. വാസ്തവമാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത്. അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കെല്ലാവർക്കും, നമുക്ക് ഓരോരുത്തർക്കും ഒരു ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും ഉണ്ട്. ഒരു ജനന തീയതിയും ജനന സമയവും ഉണ്ട്. ജനിച്ച തീയതിയിൽ, ജനിച്ച സമയത്തിന് ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ ജനിച്ചായിരുന്നോ മരിച്ചായിരുന്നോ ഉണ്ടായിരുന്നത്? ജനിക്കുക എന്നുള്ളത് ജീവിതത്തിലേക്ക് വരിക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ നമ്മൾ ജനിക്കുന്ന സമയത്തിന് ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ ജനിച്ചായിരുന്നോ മരിച്ചായിരുന്നോ എവിടെയായിരുന്നു? നമ്മൾ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ.
അവിടെ ജനിച്ചിട്ട് തന്നെയായിരുന്നു, ജീവനോടുകൂടി തന്നെയായിരുന്നു. കാരണം ജീവൻ ഇല്ലാതെയായിരുന്നു അമ്മയുടെ ഗർഭപാത്രത്തിലെങ്കിൽ ജനിക്കുന്നത് ഒരു ചാപ്പിള്ളയാകും, മൃതദേഹമായിരിക്കും ജനിക്കുക. അപ്പം അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്ര കാലമാണ് നമ്മൾ ഉണ്ടായിരുന്നത്? 9 ചില്ലുവാനം മാസം. ഏകകോശമായി തുടങ്ങി ബഹുകോശങ്ങളായി തീർന്ന് പുറത്തേക്ക് വരുന്നതിന് സജ്ജമാകുന്നത് വരെ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലാണ് കിടന്നിരുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഏകകോശമായി തീരുന്നതിന്, സൈഗോട്ടായി തീരുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ ജീവനോടായിരുന്നോ അതോ മരിച്ചായിരുന്നു? നമ്മൾ അതിന് തൊട്ടു മുമ്പ് അച്ഛൻ്റെ ബീജത്തിലും അമ്മയുടെ അണ്ടത്തിലും ആയിരുന്നു. അച്ഛൻ്റെ ബീജത്തിന് ജീവനില്ലായിരുന്നുവെങ്കിൽ, അമ്മയുടെ അണ്ടത്തിന് ജീവനില്ലായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ജനിക്കുകയില്ലായിരുന്നു. അപ്പോൾ ജീവനുള്ള അച്ഛൻ്റെ ബീജം ജീവനുള്ള അമ്മയുടെ അണ്ടവുമായിട്ട് ചേർന്നപ്പോഴാണ് എൻ്റെ ജീവൻ്റെ ആദ്യ തുടിപ്പായ ഏകകോശം ഉണ്ടായത്. 2 എണ്ണം ചേർന്നപ്പോഴാണ് ഒന്നുണ്ടായത്. ഈ രണ്ടിലും, അച്ഛൻ്റെ ബീജത്തിലും അമ്മയുടെ അണ്ടത്തിലും ഉണ്ടായിരുന്ന ജീവൻ വ്യത്യസ്തങ്ങളായിരുന്നുവെങ്കിൽ അവ ചേർന്നപ്പോൾ ഉണ്ടായ എൻ്റെ ജീവനിൽ ഈ 2ൻ്റെ അംശങ്ങളും കാണണം, ഈ 2 ജീവൻ്റെ തുടിപ്പുകളും കാണണം. പക്ഷെ എൻ്റെ ജീവനിൽ ഒറ്റ തുടിപ്പേ ഉള്ളൂ, അത് എൻ്റെ ജീവൻ്റെ തുടിപ്പാണ്. അപ്പോൾ അച്ഛൻ്റെ ബീജത്തിലുള്ള ജീവനും അമ്മയുടെ അണ്ടത്തിലുള്ള ജീവനും വാസ്തവത്തിൽ ഒരേ ജീവൻ്റെ വ്യത്യസ്ത തുടിപ്പുകൾ മാത്രമായിരുന്നു. അച്ഛൻ്റെ ബീജം അച്ഛൻ്റെ ബീജമായി പുറത്തു വരുന്നതിന് മുമ്പ് അത് എവിടെയായിരുന്നു? അച്ഛൻ്റെ ശരീരത്തിൽ ആയിരുന്നു. അമ്മയുടെ അണ്ടമാകുന്നതിന് മുമ്പ്, അമ്മയുടെ അണ്ടമാകുന്നതിന് മുമ്പ് ആ അണ്ടം അമ്മയുടെ ശരീരത്തിലെ ജീവനുമായിട്ട് ഒന്നായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ശരീരത്തിൽ വ്യാപിച്ച് കിടന്നിരുന്ന ജീവന്റെ തുടിപ്പാണ് ബീജത്തിലൂടെ അമ്മയുടെ ശരീരത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ജീവനിൽ നിന്നുണ്ടായ അണ്ടത്തിലേക്ക് പ്രവേശിച്ചത്, ഞാൻ ഉണ്ടായത്. അപ്പോൾ എൻ്റെ ജീവൻ ഏകകോശമായി തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയുടെയും ശരീരത്തിൽ വ്യാപിച്ചായിരുന്നു കിടന്നിരുന്നത്. അവിടുന്ന് പുറകിലോട്ട് കൊണ്ടുപോവുക, അച്ഛൻ്റെ പുറകിലോട്ട് കൊണ്ടുപോവുക, അമ്മയുടെ പുറകിലോട്ട് കൊണ്ടുപോവുക. എത്ര കാലമായി ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയിട്ട്? അനാദിയായി ഞാൻ യാത്ര തുടങ്ങിയിട്ട്. അതായത് ഞാൻ ഇന്നലകളിൽ ഇവിടെ ഉണ്ടായിരുന്നു. പല ശരീരത്തിലൂടെ ആയിരിക്കാം ഞാൻ ഒരു പക്ഷെ പ്രവഹിച്ചിട്ടുള്ളത്. ഹിമാലയത്തിൽ നിന്നുറവെടുത്ത ഗംഗ പല നാടുകളിലൂടെ സഞ്ചരിച്ച് സാഗരത്തിൽ ചേരുന്നത് വരെ അത് ഏതുപോലെയാണോ ഗംഗയായി തുടരുന്നത്, അതേപോലെ ആ ഇന്നലകളിൽ, എന്നോ ഉള്ള ഇന്നലകളിൽ തുടങ്ങിയ എൻ്റെ യാത്രയിൽ ഇന്നുവരെ ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ അനാദിയായിട്ട് ഇവിടെ ഉള്ളതാണ്. ഇന്നലകളിലെല്ലാം ഞാനുണ്ട്, ഇന്ന് ഞാനുണ്ട്. അപ്പോൾ നാളകളിലും ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. അനാദിയാണ് ഞാനും നിങ്ങളും എല്ലാം. അങ്ങനെ അനാദിയായിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഒരുപാടുണ്ടാകാൻ വഴിയില്ലാത്തത് കൊണ്ട് നമ്മളെല്ലാം പുറകോട്ട് ചിന്തിച്ചാൽ ഏകമായ ബോധസ്വരൂപത്തിൻ്റെ അനേകത്വമാണ് ഈ കാണുന്നതെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതും നമുക്ക് മനസ്സിലാകും. ഞാനിവിടെ ഒരിക്കലും ഉണ്ടാകാതിരുന്നിട്ടില്ല, നീയും ഈ രാജാക്കന്മാരും. അതേപോലെ ഇനി നമ്മൾ ഉണ്ടാകാതിരിക്കുകയും ഇല്ല. നമ്മളെപ്പോഴും ഇവിടെ ഉള്ളവരാണ്. നമ്മൾ ഇന്നലെ ഉണ്ടായി നാളെ മരിക്കാൻ പോകുന്നവരല്ല. അതുകൊണ്ടല്ലയോ അർജുന, നമ്മളെല്ലാവരും ഇവിടെ ഉള്ളവരാണ് എന്നുള്ളത് കൊണ്ട് നിനക്ക് വാസ്തവത്തിൽ ആരെയും കൊല്ലാൻ സാധിക്കില്ല. നീ കൊല്ലുന്നു എന്നുള്ളത് നിന്റെ അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്നത് മാത്രമാണ്, അത് വാസ്തവം അല്ല. ഇനി നമുക്ക് ഈശ്വര പ്രത്യഭിജ്ഞയിലെ അഭിനവഗുപ്തപാദരുടെ ഒരു വ്യാഖ്യാനം, ആ വ്യാഖ്യാനത്തിൽ ഈ പറഞ്ഞിരിക്കുന്നതിനെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അനേന ഹി ആത്മനി, ഈ ശ്ലോകത്തിൻ്റെ തന്നെ ഒരു വ്യാഖ്യാനമാണ്. അഭിനവഗുപ്തപാദർ ഉത്പലദേവന്റെ ഈശ്വര പ്രത്യഭിജ്ഞാകാരികയ്ക്ക് അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള
വൃത്തിയുടെ വ്യാഖ്യാനം. ആ വ്യാഖ്യാനത്തിൽ ഈ ശ്ലോകം കോട്ട് ചെയ്തിട്ട് അതിൻ്റെ അർത്ഥം പറയുന്നു. അനേന ഹി ആത്മനി പരമാർത്ഥ പ്രമാതരി കാലത്രയ അവിച്ഛിന്ന പ്രകാശകത്വം ഉക്ത്വാ തദഭേദാത് അന്യേഷാമപ്യുക്തം. ഈ ആത്മാവ് വാസ്തവത്തിൽ പരപ്രമാതാവാണ്. പരപ്രമാതാവ് എന്ന് പറയുന്നത് കാലത്രയത്തിൽ അവിച്ഛന്ന പ്രകാശത്തോടു കൂടിയത്. കാലത്രയം ഭൂതം, വർത്തമാനം, ഭവിഷ്യം. ഈ 3 കാലങ്ങളിലും വിച്ഛിന്നമല്ലാത്തത്, അതായത് കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാത്തത്, മുറിക്കപ്പെടാത്തത്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രകാശമാണ് ഈ പരപ്രമാതാവ്. ആ പരപ്രമാതാവ് തന്നെയാണ് വാസ്തവത്തിൽ ഈ അല്പപ്രമാതാവ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. അനേന ഹി ആത്മനി പരമാർത്ഥ പ്രമാതരി കാലത്രയ അവിച്ഛന്ന പ്രകാശകത്വം ഉക്ത്വാ തദ് അഭേദാത് അന്യേഷാം അപ്യുക്തം. അതുമായിട്ട് യാതൊരു ഭേദവും ഇല്ല. പരപ്രമാതാവുമായിട്ട് അല്പപ്രമാതാക്കളായ നമുക്ക് യാതൊരു ഭേദവുമില്ല എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ അഭിനവഗുപ്തപാദർ ഈ ശ്ലോകത്തെ ഉദ്ധരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ശ്ലോകം നമ്മുടെ പരപ്രമാതൃത്വത്തിന് ഒരു തെളിവും കൂടി ആണ്.